ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീത്ത് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പൊതിച്ചോറിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ ആയിട്ടാണ് ഈ പൊതിച്ചോറിൽ ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്നും പൊതിച്ചോറ് എങ്ങനെ പാക്ക് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊരു മലയാളിക്കും കുത്തി വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ പൊതിച്ചോറ്. അപ്പോൾ നോർമലായിട്ട് പൊതിച്ചോറിൽ ഒരു ചമ്മന്തി ഉണ്ടാവും, ഒരു ഉപ്പേരി ഉണ്ടാവും, അച്ചാറുണ്ടാവും, അങ്ങനെ പല ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഇത് എൻ്റെ പൊതിച്ചോറിൽ എന്തൊക്കെ ഐറ്റം എന്ന് വെച്ചാൽ അച്ചാർ, ഓംലേറ്റ്, പാവക്ക തോരൻ, ഒരു ചമ്മന്തി, പിന്നെ കുറച്ച് പുളിശ്ശേരി, പിന്നെ നമ്മുടെ സ്വന്തം മത്തി ഫ്രൈയും. അപ്പോൾ നമുക്ക് നോക്കാം ഈ കൂട്ടൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിഭവം എന്ന് പറയുന്നത് പാവക്ക തോരനാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. പാവക്ക ചെറുതായി മുറിച്ച് അതിലൊരു മുളകും കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. പാവക്ക വേവിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇതിൻ്റെ കയ്പ്പ് മാറാൻ നമ്മളിതിലേക്ക് പച്ചമാങ്ങ അല്ലെങ്കിൽ പുളി ഇട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ പാവക്ക വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടിയിട്ട് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പാവക്ക ഉപ്പേരിയിലേക്ക് വെളുത്തുള്ളിയും മുളകും കൂടി ഒന്ന് താളിച്ചിടണം, അതായത് വറുത്തിടണം. അതിനായിട്ട് ഞാനൊരു പാനിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. രണ്ട് ടീസ്പൂൺ ഓയിൽ എടുത്ത് അതിലേക്ക് ചതച്ച വെളുത്തുള്ളി ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തന്നെ നമ്മുടെ ഇടിച്ചു വെച്ചിരിക്കുന്ന വറ്റൽ മുളകും കൂടിയിട്ട് നന്നായി വഴറ്റി നമുക്ക് ഈ മിക്സ് നമ്മുടെ പാവക്കയിലോട്ട് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്താൽ നമ്മുടെ പാവക്ക തോരൻ റെഡിയായി. കിടു ഐറ്റമാണ്, നമ്മുടെ പൊതിച്ചോറിൽ വെക്കാൻ പറ്റിയ ഒരു കിടിലം ഐറ്റമാണ് ഈ പാവക്ക തോരൻ. അപ്പോൾ ഇതാണ് നമ്മുടെ പാവക്ക തോരൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിഭവം റെഡി. നമുക്ക് മത്തി ഇല്ലാണ്ട് എന്ത് ആഘോഷമല്ലേ. അപ്പം നമ്മുടെ മത്തി ഫ്രൈയും കൂടി ഉണ്ടായാൽ നമ്മുടെ പൊതിച്ചോറ് കിടുവായിരിക്കും, കേമാവും. അപ്പോൾ അതിനായിട്ട് ഞാൻ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഫ്രൈ ആക്കാൻ വേണ്ടി മസാല തയ്യാറാക്കാം. അതിനായി ഒരു സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് പിന്നെ ഇതിലേക്ക് ഉപ്പും കൂടിയിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തി നന്നായി മസാലയിലോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാനിൽ എണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് അങ്ങ് മത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സൗണ്ട് കേൾക്കാം. ഇനി ഇതൊന്നും മുരിഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സൈഡിലിട്ടു, മത്തി നല്ല പൊരിഞ്ഞ് വരുന്നുണ്ട്. 2 സൈഡും കൂടി നന്നായി പൊരിച്ചെടുക്കാം. അടുത്ത് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഓംലെറ്റ് ആണ്. ഇനിയിപ്പോൾ മത്തി ഫ്രൈ നമ്മുടെ പൊതിച്ചോറിലില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു ഓംലെറ്റ് അടിച്ച് അതിലോട്ട് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു സ്മെല്ല്, ആ പൊതിച്ചോറിൻ്റെ ആ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് 2 മുട്ടയും, ഒരു മുളക്, ഒരു ഉള്ളി, കുറച്ച് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്യും. ചൂടായ പാനിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്ന മുട്ട ഒഴിച്ച് അങ്ങനെ ഒന്ന് വട്ടത്തിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റും റെഡി. നമ്മുടെ അവസാനത്തെ ഐറ്റമാണ് നമ്മുടെ ചമ്മന്തി. ഇതില്ലാതെ എന്ത് പൊതിച്ചോറ്. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു പൊതിച്ചോറ് ഒറ്റയ്ക്ക് തിന്നാൻ പറ്റും. അപ്പം നമുക്കിതിൻ്റെ കൂട്ടെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ചമ്മന്തി തയ്യാറാക്കാൻ നമ്മൾ ആദ്യം മിക്സി ജാറിൽ ഒരു കുഞ്ഞുള്ളിയും 4-5 കുഞ്ഞുള്ളിയും ഒരു 2 കറിവേപ്പിലയിട്ട് ആദ്യം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം തേങ്ങ, ചൂടാക്കിയ വറ്റൽമുളക്, കുറച്ച് പുളിയും കൂടിയിട്ട് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മിക്സി ഒന്ന് സ്ലോ ആയിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ചമ്മന്തിയും നല്ല ബോളാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുത്ത് നമുക്കിങ്ങനെ ആക്കാൻ പറ്റും. ചമ്മന്തിയും മത്തി ഫ്രൈ എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊതിയാക്കി എടുക്കാം. ചോറ് പൊതിയുന്നതിന് മുമ്പ് നമ്മൾ ഇലയൊന്ന് വാട്ടിയെടുക്കണം, അതായത് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇലയെല്ലാം ചൂടാക്കി ഇനി നമുക്ക് ഇതിലേക്ക് ഓരോരോ ഐറ്റമായിട്ട് വിളമ്പാം. അപ്പോൾ നല്ല ചോറ് വിളമ്പി. അപ്പോൾ സാധാരണ ഞങ്ങൾ വെള്ളയരി പൊന്നി റൈസാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഞാൻ പൊതിച്ചോറിന് വേണ്ടി തന്നെ നമ്മുടെ വലിയ അരിയാണ് ചോറാക്കിയെടുത്തത്. ഇനി നമ്മുടെ ബോളും കൂടി, അതായത് നമ്മുടെ ചമ്മന്തിയും കൂടി ഒരു സൈഡിലോട്ട് വെക്കാം. ഇനി നമ്മുടെ ഓംലെറ്റും കൂടി മറ്റേ സൈഡിൽ വെച്ച് ഇനി കുറച്ച് അച്ചാറും കൂടി നമ്മുടെ
ഈ പൊതിച്ചോറിലോട്ട് ഇടാം. അപ്പം നമ്മൾ ഈ മിക്സ് ചെയ്ത് എന്താ അല്ല മിക്സ് ചെയ്യുന്നതല്ല, ഇതൊന്ന് പൊതിഞ്ഞ് വരുമ്പോൾ എല്ലാം കൂടി എല്ലാം ചൂടായിട്ടാണല്ലോ, അപ്പോൾ അത് ആ ഇലയുടെ മണം എല്ലാം കൂടി നമ്മളിന്ന് തുറന്ന് കഴിക്കാൻ നോക്കുന്ന സമയത്ത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണ്. അപ്പോൾ നല്ല മാങ്ങ അച്ചാർ ഒരു സൈഡിൽ വിളമ്പി, ഇനി മറ്റേ സൈഡിൽ നമ്മുടെ പാവക്ക തോരനും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പാവക്ക തോരൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ എരിവും പുളിയും എല്ലാം കൂടി മിക്സായ ഒരു പൊതിച്ചോറാണ് ഇത്. അപ്പോൾ നമ്മളിപ്പോൾ നല്ല വിശക്കുന്ന സമയത്ത് നമ്മളിതൊന്ന് തുറന്ന് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഇത്. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഒരു ഇലയിൽ വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ മത്തി ഫ്രൈ നമ്മൾ ഇതിലോട്ടല്ല വെക്കുന്നത്, വേറെ തന്നെ ഒരു ഇലയിൽ പൊതിഞ്ഞിട്ടാണ് ഈ പൊതിച്ചോറിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇല ഒന്ന് ചൂടാക്കി വേണം വെച്ചുകൊടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇല പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മത്തി ഒരു സൈഡിൽ വെച്ച് ഇനി കുറച്ച് ഞാനിതിലോട്ട് പുളിശ്ശേരി ഒഴിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല, ഇത് അമ്മ സ്പെഷ്യലാണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇത്രയും കൂടി റെഡിയാക്കി നമ്മളൊന്നിത് പൊതിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ പൊതിച്ചോറിലെല്ലാം ആയിട്ട് ഇട്ട് നമ്മളൊന്ന് പൊതിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എന്താ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് പൊതിഞ്ഞ് കൊണ്ടുപോകാം, അല്ലാന്നുണ്ടെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് പൊതിച്ചോറാക്കി കൊടുക്കാം, അതില്ലാന്നുണ്ടെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്ക് ഒരു നേരം ഒരു പ്രാവശ്യം നമുക്ക് പൊതിച്ചോറുണ്ടാക്കി കൊടുക്കാം. ഇതൊന്നും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് പൊതിച്ചോറുണ്ടാക്കി നമുക്ക് തന്നെ കഴിക്കാവുന്നതാണ്. അങ്ങനെ ക്വാറൻറ്റൈനിൽ പൊതിച്ചോറുണ്ടാക്കി ഇതാണ് ഞങ്ങളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ ഈ പൊതിച്ചോറ് ഉണ്ടാക്കി ഇത് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള കമൻറ്റ് എന്നെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.